ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് അതുപോലെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അത് വെറും 4 ചേരുവകൾ മാത്രം മതി, വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ടിന്നിൻ്റെ അടപ്പ് വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്നില്ല, ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഒരു വലിയ അടപ്പ് വെച്ചിട്ട് ഒറ്റ റൗണ്ടായിട്ട് വേണമെങ്കിൽ ഓരോ ബ്രെഡ് പീസസ് അങ്ങനെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഒരു സ്ലൈസിൽ നിന്ന് ഇതുപോലെ 2 പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് ബട്ടറാണ്, ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബട്ടറാണ് കേട്ടോ, അത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. പഞ്ചസാര പൊടിക്കുക നല്ല പോലെ പൊടിക്കണം, എന്നിട്ട് ഒരു അരിപ്പയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കണം. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിറച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ, 3 ടേബിൾ സ്പൂൺ നിറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു ബൗൾ വെച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഈസിയാണ്. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിയിലാവും നമുക്ക് കിട്ടുക. നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഈ ഒരു മിക്സാണ് കേട്ടോ. ഇത് ഏത് മോൾഡിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ സ്ലൈസസ് ഉണ്ടല്ലോ, അത് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. ഇപ്പോൾ 2 ഭാഗത്തും നല്ല രീതിയിലാകുന്ന പോലെ ഒന്ന് മുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ മുക്കിയെടുത്തതിന് ശേഷം നേരെ നമ്മളൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗം ഇങ്ങനെ കട്ടിയായിട്ടാവും ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു വയറാക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പ്ലേറ്റിൻ്റെ മേലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ആ പ്ലേറ്റിലേക്ക് അങ്ങോട്ട് ഉറ്റിറ്റി വീണ് പോയിക്കോളും. അപ്പോൾ നമ്മൾ ആ ഒരു നല്ല വൃത്തി തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ഓരോന്നും വെച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ ബ്രെഡ് സ്ലൈസസും നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത് അതിൽ മുക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുക്കുക. ഇനി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. തണുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഓരോ പീസായിട്ട് എടുത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. വൈറ്റ് ചോക്ലേറ്റ് കഴിക്കുന്ന അതേ ടേസ്റ്റാണ്, ഉള്ളിൽ ബ്രെഡിൻ്റെ ആ ഒരു ഇതും കൂടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാം. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.